ഡേ 3 ഹോളിഡേയ്സ്. അപ്പോൾ ഇന്ന് നമ്മളെങ്ങോട്ട് പോകാൻ പോണേ? അന്റാലിയ അല്ല കൊച്ചേ, വേറെ സ്ഥലം മിക്സഡ് ടൂർ. അന്റാലിയയിൽ നമ്മൾ വെനസ്ഡേ പോയിരുന്നു. അപ്പോൾ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, കുറച്ച് കയറി ഇറങ്ങി നടക്കാനുണ്ട്. ഇന്ന് നമ്മൾ കുറേ കാലറീസ് ബേൺ ചെയ്യാനുള്ള ദിവസമാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ഫോർ ദ റൺ? ടുഡേ ഈസ് റണ്ണിങ് ഡേ. ഓക്കെ, ലെറ്റ് us start then. എങ്ങനെയുണ്ട് നമ്മുടെ ബസ്? അടി എങ്ങനെയുണ്ട്? അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് 1 hour ട്രാവലിംഗ് ഉണ്ട്. ഓക്കെ, ഫേമസ് മോസ്ക് ആണ്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യാൻ ഫസ്റ്റ് കൊണ്ടുവരുന്നത്. മിക്സഡ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുറേ ആളുകളുണ്ട്. റെഡ് ഫ്ലാഗ്. Külliye is Ottoman time the center, not only the mosque. School, coffee center, people spending time. Külliye. And today we will visit like this century center of the city and 2000 years ago the center of the city, Libya. Every mosque has one fountain and one musalla stone. Fountain, all books, Holy Bible, Quran, other books says be clean, don't cheat, don't kill. Before we go inside the mosque, we are coming to mosque 5 times in a day. Before sunrise, afternoon, before evening and the night time. 5 times. If you don't have time to come to visit, you can. വലിയ ഷാൻഡിലർ ഇഷ്ടംപോലെ അപ്സ്റ്റേഴ്സിൽ പെണ്ണുങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ്, താഴെ ആണുങ്ങൾക്ക്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്ഥലം ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. അപ്സ്റ്റെയർ ഫോർ ലേഡീസാണ്. ലേഡീസ് മാത്രമല്ല പ്രാർത്ഥിക്കാൻ വരുമ്പോൾ. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമല്ല. ഓക്കെ, എല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത മോസ്ക്. മോസ്കിൻ്റെ ഫുൾ വ്യൂ പുറമേന്ന് ഭംഗിയുണ്ട് കാണാൻ. ഒത്തിരി ടൂറിസ്റ്റുകളോട് വരുന്നുണ്ട്. വീടുകൾ സാധാരണ താമസിക്കുന്ന വീടുകൾ. ഇവിടെ എല്ലാവർക്കും ഓറഞ്ച് ട്രീ ഉണ്ട്. മൽബറി എല്ലാവരും ഇങ്ങനെ ഇഷ്ടംപോലെ പച്ചപ്പുണ്ട് വീടുകളിലൊക്കെ. മുന്തിരി, ഈ ചെടിയുണ്ട്, ഡിഫറെൻറ്റ് ചെടി, ഒലിവ് തോട്ടം. Zeus and cheating Hera. And Dionysos, son of Zeus, but different woman. Hera playing the other woman. She asked, if the Zeus loves you, shows you normal face. Normal woman see the God's face getting burned. And Zeus takes the Dionysos last minute, put the legs and goes to mountain. Dionysos born again from the legs. That's why they call Dionysos. And Dionysos learned from mountains people how to sing, how to dance, how to make wine, how to enjoy. പുഴ തന്നെയാണ്, നീന്തുന്നവർക്ക് ഇറങ്ങി നീന്താം. പക്ഷെ അത്ര വെള്ളത്തെ ക്ലീനൊന്നുമല്ല. ഞങ്ങളുടെ നാടിൻ്റെ അടുത്തുള്ള തുറയിലേക്ക് കഴിഞ്ഞാൽ നല്ല വെള്ളമായിരിക്കും വിചാരിക്കും. ഇവിടെ ഇച്ചിരി മരത്തിൻ്റെ പക്ഷെ മൽബറി എനിക്ക് ഇഷ്ടമാണ്. ഇതാണ് മൽബറി. കറുത്തതാണ് തിന്നാൻ നല്ലത്. മധുരമുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നുണ്ട്. റെഡ് വന്ന് നല്ല പുളിയായിരുന്നു. 10 പുഴു ഉണ്ടാക്കുന്ന ഈ മൽബറി ഇല തിന്നുന്നത് ആ പുഴുവിന് വളർത്തുന്നത് മൽബറി ഉണ്ടായിരുന്നു. ഈ ഇല തിന്നിട്ടാണ് അവർ പുഴുപ്പ സ്റ്റേജ് ആകുമ്പോൾ അതിൻ്റെ നൂലെടുത്തിട്ടാണ് പട്ട് ഉണ്ടാക്കുന്നത്. പണ്ട് നാട്ടിൽ ഇതിലൊരു കൃഷിയൊക്കെ ഉണ്ടായിരുന്നത്. കേട്ടാ അല്ല നല്ല കളറില്ലേ അത് ജ്യൂസ് നല്ല എത്തിക്കാം. ഇത് ഡാമിൻ്റെ ഇപ്പുറത്തുള്ള ഒരു വാട്ടർഫാൾ. ഇതാണ് ഗ്രേറ്റ് കാനിയോൺ എന്ന് ഇവിടെ പറയുന്ന സ്ഥലം. ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ അത്രയ്ക്ക് വെള്ളമൊന്നുമില്ല. പിന്നെ മുകളിൽ മൗണ്ടൻസും മൊത്തത്തിൽ നോക്കുമ്പോൾ അപ്പുറത്താണ് ഡാം. കണ്ടോ,
നല്ലൊരു സീനറിയാണ്. ഞങ്ങൾ ബ്രിഡ്ജിൽ നിർത്തി ഫോട്ടോ എടുക്കാനായിട്ട്. ഞങ്ങളുടെ വണ്ടിയാണ് അറ്റത്ത് കിടക്കുന്നത്. ഈ വണ്ടി അപ്പുറത്തേക്ക് വരും. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും വരാനായിട്ട് റെക്കമെൻഡ് ചെയ്യാം. ഇവിടെ മൊത്തം ഈ മലയാട്ടോ. ആ മലയുടെ ഇടയ്ക്കാണ് ഇത് കിടക്കുന്നത്. Fly Jack and Rose, welcome to Titanic. Welcome to Titanic. ഓറഞ്ച് ഗാർഡനിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ അന്റാലിയയിലുള്ള ഇവിടെയും ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇതൊക്കെ മേടിക്കാൻ വേണമെങ്കിൽ And this one is mandarin. Mandarin tree with the flowers. Behind pineapple tree. Pineapple with the trees, with the flowers. And this one with the some damages, banana tree. Banana tree. And olive tree in the middle. Olive trees. ഇവിടെ ഒരു ഫേമസ് വാട്ടർഫോളാണത്. ഇതാ സൂക്ഷിച്ച് നോക്കിയാൽ ആ ഡ്രാഗൺസിന് ലൈക്ക് ചിപ്സ് ഡ്രൈ വുഡിൻ്റെ ചിപ്സോട് ഉണ്ടാക്കി വെച്ച് തന്നെയാണ്. പക്ഷേ ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഒരു ഇങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു ഫേസിനൊരു ഇതൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ടൂറിൻ്റെ ലാസ്റ്റ് ടൈമിലേക്കായിപ്പോൾ ആളൊന്നുകൂടി ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വാട്ടർഫോളും നമ്മുടെ അതിരപ്പള്ളിയൊക്കെ പോകും. ഒരു സെക്കൻഡ് നല്ലതാണ് ഇത് കാണാനൊക്കെ ആയിട്ട്. ഒത്തിരി ആളുകളോട് വരുന്നുണ്ട്. പിന്നെ വെതർ നല്ലതാണല്ലോ, അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് അങ്ങനെ അങ്ങേറ്റം വരെ ഈ ലോക്കൽ ആളുകൾ ഇവിടെ മീൻ പിടിക്കാനൊക്കെ വരുന്നുണ്ട്. വേണ്ട ഷോറിലൊക്കെ നിന്നവർ മീൻ പിടിക്കുന്നുണ്ട്, വെള്ളത്തിലിറങ്ങി കുളിക്കുന്നുണ്ട്. നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾ പോലെ. പിന്നെ ഇവിടെ ഇങ്ങനെ ക്യാമ്പിങ്ങൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ട്. നല്ലൊരു ഏരിയയാണ്. തണുപ്പില്ലാത്തതുകൊണ്ടും വലിയ ചൂടില്ലാത്തതുകൊണ്ടും സമാധാനമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഒരുവിധം ഡീപ്പാണ് കേട്ടോ വെള്ളം. അപ്പോൾ നമ്മളൊന്നും ഇറങ്ങാൻ നോക്കണ്ട, കാരണം അടിയിൽ താഴ്ചയുണ്ട്. സൈഡിലേക്ക് ഇവിടുത്തെ ആളുകളൊക്കെ ഇറങ്ങുന്നൊക്കെ ഉണ്ട്. നല്ലതാണ്. ആക്ച്വലി എനിക്ക് വാട്ടർഫോളെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇറ്റ്സ് റിയലി നൈസ്. എത്ര നേരം നോക്കിയിരുന്നാലും നമുക്ക് ക്ഷീണം തോന്നത്തില്ല. പിന്നെ അവിടെ ലോക്കൽ ആളുകൾ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ബക്കറ്റൊക്കെ അങ്ങാറ്റതിരിക്കുന്ന കാണാം. ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലാണ് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. നേരിട്ട് ഇവിടുത്തെ മീനെല്ലാം നല്ല ടേസ്റ്റുണ്ട്, ഫ്രൂട്ട്സും എല്ലാം. ഇതാണ് ഇവിടുത്തെ ഷീഷ ബാറ്. ഷീഷ ബാർ ഇതൊക്കെ നല്ല പൈസയുണ്ട് എല്ലാത്തിനും. ഇവിടെ ഒന്നും ഇപ്പോൾ തുറന്നിട്ടില്ല. ഇതൊക്കെ രാത്രിയായിട്ട് ഓപ്പൺ ആവുള്ളൂ എനിക്ക് തോന്നുന്നു. സൂപ്പറാണ്. എന്താ ഷീഷ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ കാണുന്ന ചെറിയ സാധനമൊന്നുമല്ല അത്. ഇവിടെ എല്ലായിടത്തും ഉള്ളൊരു സാധനമാണ് ഈ ഷീഷ ബാർ ആൻഡ് ഷീഷ. പിന്നെ ഇവിടെ ടാറ്റു. ഈ ടാറ്റു ഒക്കെ ചെയ്തു തരും. ഇഷ്ടമുള്ള ടാറ്റു ചെയ്തു തരും. ഇഷ്ടംപോലെ ആളുകൾ ടാറ്റു ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട്.